മിസ്റ്റർ മനോജ്, ഒരു കാര്യത്തിലും നമ്മുടെ സമുദായക്കാർ തമ്മിൽ യോജിക്കില്ല, പരസ്പരം സഹായിക്കില്ല. നിങ്ങളുടെ പത്രം കേരള ഭൂമിയും വ്യത്യസ്തമല്ല. കോട്ടയം പത്രം സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ പോക്കും. ചീഫ് മിനിസ്റ്ററെ മുതൽ പ്രൈം മിനിസ്റ്ററെ വരെ നോമിനേറ്റ് ചെയ്യുന്നത് അവരല്ലേ? ഇനി അവരുടെ സംഘടന നോക്കൂ, മലയോര കർഷക പാർട്ടി. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് അവർ തന്നെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തമാശ തോന്നും. എന്നാൽ സത്യമതല്ലേ? തെറ്റിപ്പിരിയുന്ന ഈ ബീജങ്ങൾ ഒറ്റയ്ക്ക് കിളിർത്തു വരുമ്പോൾ ഓരോന്നിനും ഓരോ മന്ത്രിയെ കിട്ടുന്നില്ലേ? എണ്ണത്തിൽ അവരുടെ 10 ഇരട്ടിയായ നമ്മൾക്കോ? മനോജ്, ഇപ്പോ ഭരണകക്ഷിയായ ഐക്യജനാധിപത്യക്കാർക്കിടയിൽ ഐക്യമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ, ഇടതുപക്ഷക്കാർക്കൊരു വാക്ക് ഓവറായിരിക്കും. അവിടെ അനന്തര മുഖ്യമന്ത്രിയാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് അദ്ദേഹം നിന്നു തരുമോ സ്വാമി? പുന്നപ്ര വയലാർ സമരവീര്യമുള്ള സഖാവ് അതിന് വഴിപ്പെടുമെന്ന് തോന്നുന്നില്ല. ശ്രമിച്ചു നോക്കാം. നരേന്ദ്രൻ കോൺട്രാക്ടർ ഇക്കാര്യത്തിൽ നമ്മോടൊപ്പമുണ്ട്. എന്തു ചെയ്യാനും എത്ര പണം ചെലവഴിക്കാനും തയ്യാറായിട്ടു തന്നെ. ഞാൻ പറഞ്ഞോളൂ, നീ വയ്ക്കും. ശരി സഖാവേ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. നീ എന്തിനാ പഠിക്കുന്നത്? പൊന്നു സഖാവേ, അരുത്. ഈ തുറയിൽ ഒരു പെണ്ണും തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കരുത്. ഇല്ല, അമ്മണിയെ ഞാൻ കെട്ടും. കെട്ടണം. ഒരു പെണ്ണിനെ ചീത്തയാക്കിയിട്ട് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ അപ്പനും അമ്മയും എതിർക്കുന്നതുകൊണ്ടാ. ആരെതിർത്താലും ഞാൻ കെട്ടിച്ചു തരും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ഈ ഇടപാട് വേണ്ട. അമ്മ മോളിലത്തെ മുറിയില്ല. ആ ശിവദാസോ, നീ വന്നോ? വന്നതൊന്നുമല്ല, ഞാൻ പൊക്കിക്കൊണ്ട് വന്നതാ. ഇരിക്കെ. ഈയിടെയായിട്ട് ശിവദാസനെ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ, എന്തു പറ്റി? ഞാൻ വന്നതുകൊണ്ട് എന്താ കാര്യം? പറഞ്ഞാൽ അനുസരിക്കില്ലല്ലോ. ഒരു തടവുകാരിയെ പോലെ ഈ മുറിക്കകത്ത് പറഞ്ഞിരിക്കാതെ വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങിക്കൂടെ അമ്മയ്ക്ക്? മോഹമില്ലാഞ്ഞിട്ടല്ല കുഞ്ഞെ, കഴിയണില്ല. ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുഃഖം അവനവൻ ജീവിച്ചിരിക്കെ സ്വന്തം മക്കളുടെ മരണം കാണേണ്ടി വരുന്നതാണ്. അതനുഭവിച്ചവളാണ് ഞാൻ. മോളെ, നീ കിച്ചണിൽ ചെന്ന് കഴിക്കാൻ വല്ല ഉണ്ടാക്കാൻ പറ. ചെല്ലേ. മോളുടെ കാര്യം പറയാനായിരുന്നു ഞാൻ. അവളുടെ വിവാഹം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. പല ആലോചനകളും വന്നു, ഒന്നും അവൾക്ക് ഇഷ്ടമായില്ല. ഇപ്പോ ഒരു IPS കാരൻ ശരത്ചന്ദ്രൻ ഇവിടുത്തെ ASP ആണ്. ശിവദാസൻ അറിയാമായിരിക്കും. പക്ഷേ മഞ്ജു വഴങ്ങുന്നില്ല. അതിന് പറഞ്ഞ കാരണങ്ങളൊന്നും ശരിയല്ല. എനിക്ക് തോന്നുന്നത് അവളുടെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്നാണ്. ചോദിച്ചിട്ട് പറയുന്നുമില്ല. നിങ്ങൾ തമ്മിൽ എല്ലാം തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ? മോനൊന്ന് ചോദിച്ചു നോക്ക്. വേണ്ടമ്മേ, എനിക്കറിയാം. പഠിക്കുന്ന കാലത്തെ മഞ്ജുവിന് ഒരാളോട് എന്താ പറയാ, ഒരു ഹീറോ വർഷിപ്പ്, ഒരുതരം ഫാസിനേഷൻ ഉണ്ടായിരുന്നു. ആരുമായിട്ട്? ആരായിട്ടായാലും അത്തരം ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ് ആവില്ല. ഞാൻ അവളെ തിരുത്താൻ ശ്രമിച്ചതാണ്. അമ്മ വിഷമിക്കണ്ട, ഞാൻ മഞ്ജുവിനോട് സംസാരിക്കാം. എല്ലാം ശരിയാവും. എല്ലാവരും ഉദാരമായ സംഭാവനകൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം. പാർട്ടിയുടെ യുവജന കൺവെൻഷനാണ്, ധാരാളം ചെലവുള്ള ഏർപ്പാടാണ്. പോയ വർഷങ്ങളിൽ നിങ്ങൾ തന്നിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ മറക്കുന്നില്ല. ഈ വർഷവും കാര്യമായിട്ട് സഹായിക്കണം. സർ, യുവജന കൺവെൻഷനാണ്, വളരെയധികം ചെലവുള്ള കാര്യമാണ്. സാർ എന്തെങ്കിലും കാര്യമായിട്ട് 50 പൈസ എവന്റെ കാറും കോപ്പും കണ്ട വലിയ മറ്റവനാണെന്ന് തോന്നുമല്ലോ. ദാരിദ്ര്യവാസി എടുത്തോളൂ, പോടാ. അകത്ത് പോന്നോ? എങ്ങോട്ടാ? മാർക്കറ്റിനകത്തേക്ക് നിങ്ങൾ കിടക്കണ്ട, അത് ഞങ്ങളായിക്കോളാം. അതെന്താ, നമ്മളൊക്കെ ഒന്നല്ലേ? ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ പിരിവിന് നിങ്ങളുടെ ബക്കറ്റ് വേണ്ട. ആ ചെല്ല് ചെല്ല്. അത് നീ മാത്രം നിശ്ചയിച്ചാ പോരല്ലോ. വാടാ. നിർത്താനാ പറഞ്ഞത്. നമ്മുടെ ഇടയിൽ തമ്മിത്തല്ല് നാട്ടുകാരുടെ മുമ്പ് വെച്ച് വേണ്ട. വാ. നിന്നെ കണ്ടല്ലടാ.
രാവിലെ തുടങ്ങിയ ഇടപാടാ. വയറ്റിനകത്ത് ഒന്നുമില്ല. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും എടുത്ത് ആ തെറിഞ്ഞു കൊടുക്കട്ടെ. നീ കരുന്ന എണ്ണ് ആൻഡോ ഇവിടെ വാടാ. ആ കയ്യിലുള്ളതൊക്കെ അവിടെ വെച്ചിട്ട് പോ. കയ്യില്ല. എന്തോന്ന്? എന്റെ ഒന്നുമില്ല. വെച്ചിട്ട് പോടാ. എന്തോന്നിത്? ഞാൻ ഒന്നും എടുത്തിട്ടില്ല. വെച്ചിട്ട് പോടാ. ആത്മാർത്ഥക്ക് ഒരു വിലയില്ല. ഞാൻ 5 പൈസ എടുത്തിട്ട് കാലത്ത് തൊട്ട് ഇവിടെ ഇരുന്നതാ. ആ വയ്ക്കാം വയ്ക്കാം വയ്ക്കാം. എന്തോന്ന്? അയ്യോ ചതി ചതി. ഇതേതോ സഹാക്കള് പാര വയ്ക്കാൻ വേണ്ടി എന്റെ പറയാൻ കൊണ്ടുവച്ചാ. നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? ആ കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്? മോശമില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. മാർക്കറ്റ്, ഫുഡ് കോർപ്പറേഷൻ എന്ന് വേണ്ട ITUC-കാരുള്ള ഒരിടത്തും ഞങ്ങളെ കാല് കുത്താൻ സമ്മതിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി കിട്ടുമായിരുന്നു. ശിവദാസ് വന്നേ. പിരിവിന്റെ കാര്യത്തിൽ ITUC-ക്കാർ ഉടക്കി നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ITUC-യുടെ ശക്തിയും പണവും ഇല്ലാതെ പാർട്ടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് ലൂക്കോസിനെ പോലുള്ളവരുടെ ധാരണ. അത് വെച്ച് MYFയുടെ നിയന്ത്രണം കൂടി അവരെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എതിർത്തു. അതിന്റെ വൈരാഗ്യം തീർക്കായിരിക്കും അവര്. ആ മനോജൻ അറിയില്ലേ? കേരള ഭൂമിയുടെ MD. പിന്നെ ഇത് സ്വാമി. പിന്നെ ITUC-യുടെ സഹായമില്ലെന്ന് കരുതി കൺവെൻഷന്റെ നടത്തിപ്പിൽ ഒരു കുറവും വരുത്തണ്ട. പോരാതെ വരുന്ന പണം അത് എത്രയായിരുന്നാലും മനോജ് തരും. അല്ലേ മനോജ്? അതെ, കേരള ഭൂമിയുടെ പേരിൽ സ്പോൺസർ ചെയ്യാം. ആ നീ എന്താ ആലോചിക്കുന്നേ? അല്ല, തെറ്റിദ്ധരിക്കരുത്. ITUC-ക്കാര് സഹകരിക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യം അത് സഖാവിന് അറിയാമല്ലോ. ഞാനല്ല, ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. മതി. കമ്മിറ്റി സമ്മതിക്കുകയാണെങ്കിൽ അതും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എടോ, കേരളത്തിലുടനീളം നടക്കുന്ന ബക്കറ്റ് വരവിൽ ITUC സഹകരിക്കുന്നില്ലേ? പിന്നെ അവിടെ നടന്ന ഒറ്റപ്പെട്ടൊരു സംഭവം അതിൽ താനെന്നെ കുറ്റപ്പെടുത്തുകയാണോ? അല്ല സഖാവേ, ഞാൻ പറഞ്ഞു വന്നത്. ഒന്നും പറയണ്ട. പാർട്ടിയിലെ മേലാളന്മാരിൽ ചിലർ യൂണിയൻ പ്രവർത്തകരോട് കാണിക്കുന്ന ചിറ്റമ നയത്തിൽ പലർക്കും ഗ്രീവൻസ് കാണും. അതായിരിക്കും സേവിയർ അവിടെ പ്രകടിപ്പിച്ചത്. എന്തായാലും ഇത് തെറ്റ് തന്നെയാണ്. അതിനവനെ താക്കീത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിരിവെടുക്കുന്നതിൽ ഞാൻ തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നിയോ? ഇല്ല, ഒരിക്കലും സഖാവ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ എങ്കിൽ അത് വിട്ടാക്കി. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. നാളെ മത്സ്യത്തൊഴിലാളികളുടെ ലോൺ വിതരണത്തിന് ചെയർമാൻ വരുന്നുണ്ടല്ലോ, ദിവാകരൻ. ഉവ്, അയാളാണെങ്കിൽ സ്വന്തം സമുദായക്കാർക്കും കുടുംബക്കാർക്കും മാത്രമേ ലോൺ അനുവദിക്കുന്നുള്ളൂ എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് ശക്തിയായിട്ട് തന്നെ നേരിടണം. നിങ്ങൾ അകത്തേക്ക് ഇരുന്നോളൂ. ശരി, ഞാൻ വരാം. നമസ്കാരം സാർ. ആ ഇത് ചുമ്മാതല്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. എനിക്കെതിരായി സർക്കാരിലേക്ക് പരാതി അയച്ചവരല്ലേ നിങ്ങൾ? ദിവാകരൻ കള്ളനാണ്, തെമ്മാടിയാണ്, അഴിമതിക്കാരനാണെന്ന്. ആ കൂട്ടഹർജിയിൽ നിങ്ങൾ ഒപ്പിട്ടില്ലേ? പിന്നെന്തിന് എന്റെ മുമ്പിൽ ഒന്ന് കൈ നീട്ടുന്നു? സാറേ, എനിക്ക് എഴുത്തും വായനയൊന്നും അറിഞ്ഞൂടാ. സഖാവ് ശിവദാസനും കൂട്ടിനും വന്ന് പറഞ്ഞപ്പോ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. സഖാവ് ശിവദാസ്, സ്റ്റാലിൻ ശിവദാസ്, അവൻ മത്സ്യത്തൊഴിലാളികളെ പറ്റി എന്തറിയാം? അവൻ കടലിൽ പോയിട്ടുണ്ടോ? വള്ളവും വലയും എന്താണെന്ന് അറിയാത്ത ആ സഖാവ് പറയുന്നതാണ് നിങ്ങൾക്ക് കാര്യമെങ്കിൽ അവനോട് തന്നെ പോയി ചോദിക്കാം. അയ്യോ സാറേ, ഞാൻ കൊണ്ട് പോടും. ഏയ്, എന്താ ഇത്? എനിക്കൊരു അല്പം സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? പറയാം. മിസ്റ്റർ ദിവാകരൻ, ഞാൻ കടലിൽ പോയിട്ടില്ല, മീൻ പിടിച്ചിട്ടില്ല, വള്ളവും വലയും വെള്ളവും എന്താണെന്ന് അറിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. ശരിയാണ്. താങ്കളെപ്പോലെ ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ മകനായിട്ടല്ല, ഒരു നായർ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതിന് ജനനം കൊണ്ട് നമ്മൾ വ്യത്യസ്ത ജാതിക്കാരാണെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. സ്വന്തം സമുദായത്തിനെതിരായിട്ട് മനസ്സിലായില്ല. ജന്മിത്വവും നാടുവാഴിത്വവുമായുമാണ് എന്റെ സമുദായത്തിൽപ്പെട്ട സവർണ ഫ്യൂഡൽ പ്രഭുക്കളെ ഭൂപരിധി നിയമം കൊണ്ടുവന്ന് കുത്തുവാളെടുപ്പിച്ച പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്വന്തം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളും. വഞ്ചിക്ക്? ഞാനൊരു പുല്ലനെയും വഞ്ചിച്ചിട്ടില്ല. വേണ്ടാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തിയതും പോരാഞ്ഞ് ഇപ്പൊ കേറി വന്ന് മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നു. ഇറങ്ങടാ വെളിയിൽ. ക്ഷോഭിക്കരുത് മിസ്റ്റർ ദിവാകരൻ. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് 7 കണ്ടത്തിൽ കോലപ്പന്റെ മകൻ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ നാടൻ വെള്ളം തുഴഞ്ഞ് ജീവിച്ച ദിവാകരൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എങ്ങനെ ലക്ഷപ്രഭുവായി? സമുദായത്തിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കള്ളൊഴിച്ചു കൊടുത്തും പെണ്ണുകൂട്ടിക്കൊടുത്തും സൽക്കരിച്ചും എന്നെ അലച്ചെടുത്താലുണ്ടല്ലോ. തൊട്ട കൊതും കുഴിച്ചുപിടി ഞാൻ. ചില നാണംകെട്ട മന്ത്രിമാരുടെയും ഇവനെപ്പോലുള്ള ചില വാലാട്ടി പട്ടികളുടെയും പിൻബലം കൊണ്ട് നിനക്ക് ഈ നാട് ഭരിക്കാമെന്ന് വിചാരിച്ചോ? കാറും എസ്റ്റേറ്റും ബംഗ്ലാവുമായിട്ട് കാലാകാലം സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ? സ്വന്തം സമുദായത്തെ പോലും വഞ്ചിച്ച് തന്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രം ലോൺ കൊടുക്കാൻ
കോർപ്പറേറ്റ് ഫണ്ട് നിന്റെ അപ്പനുണ്ടാക്കിയാനോടാ, നിന്റെ തറവാട്ട് തോന്നാടാ. ഇടയിലോ 5-8 മാസം നിന്റെ പുറകെ നടത്തിച്ചിട്ട് അവസാനം തന്നെ കിഴവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ല. ആ ലോൺ അപേക്ഷയാണിത്. ഇടാ ഒപ്പ്. നരേന്ദ്രൻ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വർഷകാലത്ത് ട്രോളിംഗ് നിരോധിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. എന്നുവെച്ച് ലക്ഷങ്ങൾ മുടക്കി ഞാൻ വാങ്ങിയ ബോട്ടുകൾ ഹാങ്കറിൽ ഇട്ടാൽ എനിക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ ആര് സഹിക്കും? സാറിനറിയാലോ, എന്റെ ബോട്ടുകൾ കടലിൽ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റു ചില കച്ചവടങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയാ. അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം അങ്ങ് പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ കണ്ണൂണ വർത്തമാനം കൂടി പറഞ്ഞു. ഈടോ തന്നെ സഹായിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ട്രോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ തീരദേശത്തെ മുഴുവൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് നേരിടേണ്ടി വരും. എന്റെ സമുദായക്കാരും എതിർക്കില്ല. പിന്നെയുള്ളത് കുറെ ക്രിസ്ത്യാനികളും ഇടതുപക്ഷത്തിൽപ്പെട്ട ITUC-കാരുമാണ്. അവരെ നേരിടാൻ എന്റെ ബോട്ടിലെ ജീവനക്കാർ മതി. കൂട്ടത്തിൽ ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. ഓ, നിങ്ങളെല്ലാം കൂടി എന്നെ നശിപ്പിക്കും, എന്നെ കസേരന്ന് തെറിപ്പിക്കും. ഞങ്ങൾ കാരണം സാറിന് ഒരു ദോഷവും വരികയില്ല. വരത്തില്ല. ഏത് അത്യാപത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. മുമ്പ് നിന്നിട്ടുണ്ടല്ലോ. സാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. കൊടുക്കണം സാറേ. ശരി ശരി. മത്സ്യസമ്പത്ത് പൊതുസമ്പത്ത് ഭീഷണി വേണ്ട, ഗുണ്ടായിസം വേണ്ട. സാർ, ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും ബോട്ടിറക്കാൻ നാട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ചോദിക്കണോ അവറ്റകളെ? അതിനല്ലേ ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചത്. ലാത്തി ചാർജ് അല്ല, വെടിവെച്ചാൽ പോലും അവന്മാർ മാറുമെന്ന് തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് ബോട്ടുകാരെ തിരിച്ചയക്കുകയായിരിക്കും നല്ലത്. ശരി ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. തൊഴിലാളി സമരം ചരിത്രം കേട്ടിട്ടില്ല. ഇറങ്ങി വരണം മുതലാളി, ഇറങ്ങി വരാൻ. ഇറങ്ങി വരണം സാർ. തൊഴിലാളികളുടെ വയറ്റ് തടിച്ചിട്ട് മുതലാളി ബോട്ട് ഇറക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഇറങ്ങി വേണം, ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കാൻ. അരുത് നിങ്ങളെ, അരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞങ്ങൾ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ഇവിടെ ഇറങ്ങി വരുന്നതാണ് നല്ലത്. ഇറങ്ങണം മുതലാളി. സർക്കാരിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം, പോലീസ് നിങ്ങളുടെ വരുതിൽ നിന്നും വരാം. അതുകൊണ്ട് ഈ തുറക്കാരെ മുഴുവൻ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. മിസ്റ്റർ ശിവദാസൻ, ആഴക്കടലിൽ വലയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബോട്ടുടമകൾക്ക് നാടൻ വെള്ളത്തിൽ പോയി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന പാവങ്ങളുടെ ദാരിദ്ര്യം മനസ്സിലാവില്ല. ഈ വർഷകാലത്തെങ്കിലും നിങ്ങൾ ഈ കൊള്ള അവസാനിപ്പിക്കണം. ആ പാവങ്ങളുടെ പട്ടിണിക്ക് ഒരു അറുതി വരുത്തണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. അയ്യോ, ഫാദർ അടക്കം എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. വള്ളക്കാരെ പോലെ തന്നെ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നവരും തൊഴിലാളികളല്ലേ. അവരുടെ യൂണിയൻ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ ബോട്ട് ഇറക്കിയത്. നാട്ടുകാരായി നിങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ബോട്ട് ഇറക്കുന്നില്ല. എന്താ പോരെ? നരേന്ദ്രൻ മുതലാളിക്ക് മാത്രമല്ല, ഈ അപമാനം നമുക്ക് മുഴുവൻ ഏറ്റതായിട്ട് വേണം കണക്കാക്കാൻ. സംഭവത്തെ പറ്റി ഒരു കംപ്ലൈന്റ് എഴുതി തന്നിരുന്നെങ്കിൽ ശിവദാസ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ പൊക്കിയെടുത്ത് കൈയും കാലും തല്ലി ഓടിച്ചാണ്. ഓ, ഇയാളിപ്പോ പൊളുത്തും. ഇടോ, താൻ കേട്ടിട്ട് പോ. നമുക്ക് നമ്മുടെ ആളുകൾ തന്നെ മതി. അവരെ കൊണ്ട് വേണം കൈകാര്യം ചെയ്യിക്കാൻ. അവനെ അങ്ങനെ വിട്ടാൻ പറ്റിയല്ല. ദിവാകരൻ, ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നിയമപരമായിട്ട് തന്നെ അവനെ നേരിടണം. പോലീസുകാർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ CM-നെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അവനെ കസ്റ്റഡിയിലെടുത്ത് കൈയും കാലും തല്ലിയൊടിക്കാൻ. എന്താ സാറേ പ്രശ്നം? പ്രശ്നം പറഞ്ഞാലേ നീ പറയത്തുള്ളൂ. ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് സഖാവിനെ അന്വേഷിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, പറഞ്ഞോ. സാധിച്ചു തരാവുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് ശിവേട്ടന്റെ അടുത്ത് പറയാം. എല്ലാവരുടെയും കണ്ണീരോ പവനാരാ അവതാര പുരുഷനോ? ഇങ്ങനെ ചോദ്യവും ഉത്തരവും സാറ് തന്നെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഒരു അവസരം താ. തർക്കുത്തരം പറഞ്ഞു കളിക്കാൻ പോലീസ് എന്താ നിന്റെ കളിപ്പിള്ളയോ? പറഞ്ഞ റാസ്കൽ. സഖാവ് കളിച്ച് നാട്ടിലുള്ള മാന്യന്മാരുടെ മൊത്തം കോലം വരച്ചാലുണ്ടല്ലോ, നിന്റെ സഖാവിനും പണിയേണ്ടി വരും ഒരു രക്തസാക്ഷി മണ്ഡപം. രക്തസാക്ഷികളാവും ധീരന്മാർക്കേ പറ്റൂ സാറേ. മേലിരിക്കുന്നവനൊരു നമ്പർ കറക്കിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കറങ്ങുമെന്ന് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ ലിസ്റ്റിൽ പെടുത്തിയിരുന്നില്ല. സഹതാപമുണ്ട്. ഒരുപാട് മസിൽ പിടിക്കല്ലേ. ഈ തൊപ്പിക്ക് ദോഷം ചെയ്യും. വേണ്ട, ഈ തുറയിൽ വെച്ച് ഏതായാലും ചെയ്യണം. വേണ്ട, സാർ പോയാട്ടെ. ASP ശരത്ത് ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ സഖാവ് ശിവദാസനും എന്നോടൊപ്പം ഉണ്ടാവും. ജീപ്പില്
ഞാൻ പറഞ്ഞില്ലേ വെറുതെ യൂണിഫോമിന്റെ വിലകളായിരുന്നു. ഇതിൽ ചോര പറ്റിയാൽ ഉണങ്ങാൻ വലിയ പാടാ. പിന്നെ ആ കാട്ടുകള്ളന്മാരുടെ കൽപ്പന അനുസരിച്ചാണ് സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയതെങ്കിൽ തെറ്റി. ആ കേസിൽ ഞാനല്ല, അവനാണ് പ്രതി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച ആ ദിവാകരനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്. ചുണയുണ്ടെങ്കിൽ ആ നരേന്ദ്രനെ.